കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചില മോഹൻലാൽ കാര്യങ്ങളാണ് ഈ വാർത്തകളിൽ പറയാൻ പോകുന്നത്. അന്തരിച്ച നടൻ മാമുക്കോയയുടെ വീട് സന്ദർശിച്ച മോഹൻലാലും സത്യൻ അന്തിക്കാടും സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സന്ദർശന നിമിഷങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയപ്പോഴാണ് താരം മാമുക്കോയയുടെ വീട്ടിലെത്തിയത്. തികച്ചും സ്വകാര്യമായ സന്ദർശനമായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ. മാമുക്കോയ മരിച്ചപ്പോൾ തനിക്ക് വരാൻ കഴിഞ്ഞു, എന്നാൽ മോഹൻലാലിനെ വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു. അതിനാൽ കോഴിക്കോട് വന്നപ്പോൾ എന്തായാലും മാമുവിന്റെ വീട്ടിൽ പോകണമെന്ന് ലാൽ പറയുകയായിരുന്നു എന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. മാമുവിന്റെ വീട്ടിൽ ആദ്യമായാണ് മോഹൻലാൽ എത്തുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും സമ്മാനങ്ങളും അദ്ദേഹം കൗതുകത്തോടെ നോക്കി നിന്നു എന്നും വീട്ടുകാർക്ക് മോഹൻലാലിന്റെ സന്ദർശനം വലിയ ആശ്വാസമായെന്നും സത്യൻ അന്തിക്കാട് പറയുന്നുണ്ട്. മലയാള സിനിമ ഇക്കഴിഞ്ഞ വർഷം ഏറ്റുവാങ്ങിയ തീരാനഷ്ടമായിരുന്നു നടൻ മാമുക്കോയയുടെ വിയോഗം. സത്യൻ അന്തിക്കാട് പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് നാട്ടിലെവിടെയും കാണുന്ന സ്വന്തം നാട്ടുകാരനായി മാമുക്കോയ മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മോഹൻലാൽ അന്ന് എത്താതിരുന്നതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മോഹൻലാൽ പിന്നീട് സന്ദർശിക്കുമെന്ന് പറയുകയും ചെയ്തു. ആ വാക്ക് മോഹൻലാൽ പാലിച്ചിരിക്കുന്നു എന്നതാണ് പിന്നീട് വന്ന വാർത്ത അറിഞ്ഞപ്പോൾ പ്രേക്ഷകരും പറഞ്ഞത്. മറ്റൊരിടത്ത് നേരി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ പരിപാടിയുമായി ഈ താരങ്ങളൊക്കെ നടന്നപ്പോൾ ഒരു കൗതുകരമായ വീഡിയോ പുറത്തുവരികയുണ്ടായി. സിദ്ദിഖും മോഹൻലാലും അടുത്തടുത്തിരുന്നപ്പോൾ സിദ്ദിഖ് മോഹൻലാലിന്റെ എന്ന് ഒരു മോതിരം ചോദിക്കുന്നതും അത് മോഹൻലാൽ ഊരിക്കൊടുക്കുന്നതും അത് കൗതുകത്തോടെ നോക്കുന്നതുമൊക്കെ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വൈറലായ ഒരു നിമിഷമായിരുന്നു. ചോദിച്ചാൽ സ്വന്തം മോതിരം വരെ ഊരിത്തരുന്ന ആളാണ് മോഹൻലാൽ എന്ന് നടൻ സിദ്ദിഖ് പറയുകയാണ്. സിനിമയിൽ എതിരെയാണ് നിൽക്കുന്നതെങ്കിലും റിയൽ ലൈഫിൽ അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങളെന്നും നേരി സിനിമ വലിയ വിജയമായതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സിദ്ദിഖ് പറയുകയുണ്ടായി. ഖൽബ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു താരം. രാവണപ്രഭു തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ കോംബോ. അതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനാണ് അത്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അടുത്ത സുഹൃത്താണ്. മോതിരം വരെ ഊരിത്തരുന്ന ആളാണ്. അത് പ്രത്യേക സന്തോഷമാണ്. പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോയാണ് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അത് സിനിമയിലെ ഫോട്ടോ അല്ല. സെറ്റിൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു നിന്നപ്പോൾ അറിയാതെ എടുത്ത ഒരു കാൻഡിഡ് ചിത്രമാണ്. അത് ലാൽ എനിക്ക് അയച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ കൊടുത്തത്. അതിനും വലിയ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. ഒരുപാട് സന്തോഷമെന്ന് സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളായി മാറി.